ശതാഭിഷിക്തനാവുന്ന നമ്മുടെ സ്വന്തം ഗാനഗന്ധർവന് 1000 പിറന്നാൾ ആശംസകൾ. ആരോഗ്യ സൗഖ്യങ്ങളോടുകൂടി എന്നും ജീവിക്കാനായിട്ട് ഭഗവാൻ നമ്മുടെ ഗാനഗന്ധർവനെ അനുഗ്രഹിക്കട്ടെ. ഉറപ്പായിട്ടും ഈ ഒരു ദിവസങ്ങളിൽ സാധാരണ എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ദിവസം അദ്ദേഹം ഈ ലോകത്ത് എവിടെയാണെങ്കിലും മൂകാംബികയിൽ എത്തുമായിരുന്നു. ആ ദിവസം മൂകാംബികയിലാണ് ചെലവഴിക്കുന്നത്. ഇതിലെന്തുകൊണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ അമ്മേനെയൊക്കെ കൂടുതൽ എൻ്റെ അച്ഛൻ ഭയങ്കര ഒരു യേശുദാസിൻ്റെ, അത് എൻ്റെ അച്ഛനല്ല, പഴയ കാലത്തെ എല്ലാവരും തന്നെ ദാസേട്ടൻ്റെ വലിയൊരു ഫാൻസാണ്. സോ അച്ഛൻ ഈ ദിവസം മൂകാംബികയിൽ പോകും. തലേദിവസം പോയിട്ട് നമ്മളുടെ അടികളുടെ അടുത്ത് തന്നെയാണ് ദാസേട്ടനും യേശുദാസും വരുന്നത്. നമ്മളുടെ ഗോവിന്ദ അടികൾ എന്ന് പറയും, പ്രധാനപ്പെട്ട അടികളിൽ ഒരാളാണ്. സോ ഗോവിന്ദടികളുടെ വീട്ടിലായിരിക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചാൻസ് കിട്ടാറുണ്ട്. അപ്പോൾ അച്ഛൻ ഈ ദിവസം അച്ഛനും പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2-3 വർഷമായിട്ട് അദ്ദേഹം അങ്ങനെ ആ ഒരു മൂകാംബികയിൽ എത്താറില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അമേരിക്കയിലാണ്, അവിടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സോ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് എല്ലാം വളരെ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പഴയ ആൾക്കാർക്ക് ദാസേട്ടൻ എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. നമ്മൾ പല കാര്യങ്ങളിൽ എൻ്റെ തലമുറയിൽ ഒരു പരിധി വരെ, എൻ്റെ തലമുറയ്ക്ക് മുമ്പ് ഉള്ള എല്ലാ തലമുറക്കാർക്കും ദാസേട്ടൻ എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ക്ഷുഭിതരാവും, പെട്ടെന്ന് അവർക്ക് വരും, അവർ തർക്കിക്കും. കാരണം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ദാസേട്ടന്. കാരണം ആ ഒരു ശബ്ദം അവർ റേഡിയോയിലൂടെ കേട്ട് ഇപ്പം നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വിഷ്വലും എല്ലാം കൂടിയുള്ള രീതിയിലാണ്. അന്ന് അങ്ങനെയല്ല, ആ ശബ്ദം മാത്രമാണ്. അത് ഭയങ്കര രസമുള്ളൊരു ശബ്ദമാണ് ദാസേട്ടൻ്റെ ശബ്ദം. നമ്മളുടെ തിയേറ്ററിനകത്ത് ഞാൻ ഇങ്ങനെ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോൾ ഈ തിയേറ്ററിൻ്റെ അകത്ത് ശബ്ദം ഫുൾഫിൽ ചെയ്യണം. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില നടന്മാർ വരുമ്പോൾ, മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആ സ്ക്രീനിൽ വന്ന് നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു നിറവാണ്. അതേപോലെ തന്നെയാണ് ദാസേട്ടൻ്റെ പാട്ട്. നമ്മൾ ഇതിലൂടെ കേൾക്കുമ്പോൾ ആ ശബ്ദം അങ്ങനെ തിയേറ്റർ അത് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് ഗാനഗന്ധർവൻ. ഉറപ്പായിട്ടും ആരോഗ്യ സൗഖ്യങ്ങളോടുകൂടി തിരിച്ചെത്തട്ടെ. എല്ലാം അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മൂകാംബികമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ ആരോഗ്യവാനായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മളുടെ പത്രം വായനയിലേക്ക് കിടക്കാം. ഇന്ന് ജനുവരി 10-ാം തീയതിയാണ്, 2024, 10 ദിവസം കഴിഞ്ഞേ. അപ്പോൾ ഇന്ന് ഇതിൽ മാതൃഭൂമിയിൽ ഉറപ്പായിട്ടും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ദാസേട്ടൻ്റെ ഫോട്ടോയും ഒക്കെ വച്ചിട്ടുള്ള 84 നമ്മളുടെ കോഡ്സും കാര്യങ്ങളും, പാട്ടിൻ്റെ കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളാണ്. ശതാഭിഷിക്തനാവുന്ന ഗാനഗന്ധർവന് മാതൃഭൂമിയുടെ ഗാനാർച്ചന. ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, കൗമാര ഗായകർ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗാനാർച്ചന നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ന്യൂസ് എല്ലാം ഓൾറെഡി പോട്ടെ. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ, നമ്മളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അത് ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു കേട്ടോ. ആ വീട്ടുകാരുടെ അവസ്ഥ വളരെ ഒരു ദയനീയമാണ്. എൻ്റെ ഒരു അറിവനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു ലേഡിയാണെന്നാണ് ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്. അപ്പോൾ അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുലർച്ചെ ഒരു 5:30 നമ്മുടെ അടൂരിലെ വീട്ടിൽ നിന്നും വിളിച്ചുണർത്തി അറസ്റ്റ് ചെയ്യുന്നത്. 5:30. അതിന് തൊട്ടു മുമ്പുള്ള ദിവസം ഇദ്ദേഹം കൊല്ലത്തും ഒക്കെ നമ്മുടെ സംസ്ഥാന കായികമേളയിൽ വളരെ സജീവമായിട്ട്, അത് ഒളിച്ചും പാത്തുമല്ല, വളരെ ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ആ അദ്ദേഹത്തിന് പിറ്റേ ദിവസം വെളുപ്പിന് 5:30 വീട്ടിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് വരാൻ പാകത്തിനുള്ള എന്ത് പ്രശ്നമാണ് ഉണ്ടായെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിതിൽ രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഒരാള് അതിന് തൊട്ട് മുമ്പ് കൊല്ലത്ത് പോലീസുകാരും ജനങ്ങളും മന്ത്രിമാരും ഒക്കെ ഉള്ള സ്ഥലത്ത് വളരെ ആൾക്കാരുടെ ഇടയിലൂടെ അദ്ദേഹത്തിന്റെ വീഡിയോസ് വരുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ 22-ാം തീയതി ഒരു റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ജാമ്യം വരും, തിരിച്ചു വരും. പക്ഷേ
അദ്ദേഹത്തിന് ഹീറോ ആയി. കാരണം വീഡിയോസ് ആണെങ്കിലും ഈ കേരളം മുഴുവൻ യൂത്ത് കോൺഗ്രസ് പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ടൊരു ഗുണം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓൾറെഡി പ്രസിഡന്റ് ആയപ്പോൾ മുകളിലെത്തി. ഇനിയിപ്പോ ഈ ബാഹുബലി മറ്റേ ഉയർന്നു വരണ പോലെ ഇത് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊരു ഗുണം തന്നെയാണ്. അപ്പോൾ അതിന്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 5:30 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് എന്താണ് കാര്യം ഉണ്ടായത്? അത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ആൾക്കാർ ഇവരുടെ കൂടെ നിൽക്കുന്നതും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ഞാൻ ശ്രദ്ധിക്കുന്ന പറയട്ടോ, എനിക്ക് എല്ലാവരും കാര്യം പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയായിരിക്കും. ടെലിവിഷൻ ന്യൂസിലൂടെയാണ് നമ്മൾ, കാരണം ഇദ്ദേഹം വളരെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്, വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച ഒരാളാണ്. പിന്നീട് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നു. പ്രസിഡന്റ് ആയപ്പോൾ മുന്നിൽ നിന്നുകൊണ്ട് ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു പ്രസിഡന്റ് ഒരു പ്രശ്നത്തിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അടിമേടിക്കുന്നു. അതേപോലെ തന്നെ അതിനെ ഉറപ്പായിട്ടും തിരിച്ച് ഇത് ചെയ്യും. കാരണം പോലീസ് ഇവിടെ സമരം ചെയ്യാൻ പോലും ഇല്ലാത്ത ഒരു സമരം ചെയ്യാൻ പോലും ഒരു അവകാശമില്ലാത്ത രീതിയിലാണ് പോലീസിന്റെ നിയമവും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരം എന്ന് പറയാം. അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്. കാരണം എവിടെന്നാ തുടങ്ങിയെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് ആ ഗൺമാൻ എന്താ സംഭവിച്ചിരിക്കണെന്ന് അതിന് ഇന്നലെ റഹീം, നമ്മുടെ ഡിവൈഎഫ്ഐയുടെ എനിക്ക് തോന്നുന്നു നാഷണൽ ലെവൽ അധ്യക്ഷനാണെന്ന് തോന്നുന്നു, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം ഇന്നലെ ന്യൂസിൽ കേട്ടത്, ശബരിനാഥനും ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു മനോരമയില്. പുള്ളി പറഞ്ഞത് പോലീസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഷാനി പറയുന്നുണ്ട്, അതിൽ യൂസ് ചെയ്ത സാധനങ്ങളൊന്നും ഒരിക്കലും ഒരു നിയമ പുസ്തകങ്ങളിലും ഇല്ലാത്ത സാധനങ്ങളാണ്. പക്ഷെ അതിനൊന്നും ഉത്തരവൊന്നുമില്ല, ചുമ്മാ കിടന്ന് ഒച്ച ഉണ്ടാക്കുക എന്നല്ലാണ്ട്. ഞങ്ങളെ രണ്ടുപേരെ MLA ആയിരുന്ന സമയത്ത് ഞങ്ങളെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ ജയിലിൽ രാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തർക്കിക്കുന്നവരായിരുന്നു. അപ്പൊ അത് കേസ് വേറെയാണെന്നോ, എനിക്ക് ആ കേസിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഷാനി ചോദിച്ചു, അപ്പൊ അത് തന്നെയല്ലേ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല കേട്ടോ. അപ്പോൾ ഇത് സത്യത്തിൽ ഇതുവരെ കേരളത്തിലെ നമ്മൾ പലതും പറയുമായിരുന്നു, തമിഴ്നാട്ടിലും ബാക്കിയുള്ള ഏരിയാസിലൊക്കെ നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത രാഷ്ട്രീയമാണ്, ഈ റിവെഞ്ച് എടുക്കുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു. അത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ വളരെ കോൺഗ്രസ് ഭരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോഴും വളരെ അവർക്ക് എന്താ പറയുക, റിവെഞ്ച് എടുക്കുന്ന, അല്ലെങ്കിൽ ഈ നമ്മളുടെ ദേഷ്യം ഒരു പാർട്ടി വരുമ്പോൾ അടുത്ത പാർട്ടി വരുമ്പോൾ തീർക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തുടങ്ങി. ഇത്രയും ഒരു വൃത്തികെട്ട രാഷ്ട്രീയം കേരളം ഞാൻ ജനിച്ചതിന് ശേഷം ഞാൻ രാഷ്ട്രീയം ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാടട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും, നിങ്ങൾക്കത് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം. കാരണം നമ്മളുടെ നിയമസഭയിൽ ഇവരെല്ലാവരും കൂടി കാണിച്ചു കൂട്ടിയ കാര്യം, നമ്മളുടെ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വരുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വൃത്തികേടാണ് കാണിച്ചു കൂട്ടിയത്. ഓപ്പണായിട്ട് ടെലിവിഷനിൽ വരെ ഇവരുടെ വിഷ്വൽ ഉണ്ടായിട്ട് ഇവരാരെയും റിമാൻഡ് ചെയ്യണതും ഞാൻ കണ്ടില്ല, ഇവരാരെയും പിടിക്കുന്നതും കണ്ടില്ല. അതിനൊക്കെ പല പല ന്യായങ്ങളുണ്ടാവും. ആ ശിവൻകുട്ടിയൊക്കെ എന്തുമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? ഞാനിത് ഓപ്പണായിട്ട് പറയുകയാണ്, നിങ്ങളൊന്ന് ആലോചിച്ചു. അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇതൊക്കെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിയമസഭയിൽ എന്ത് വൃത്തികേട് കാണിച്ചുകൊണ്ടിരുന്ന ഇയാളൊക്കെ, എന്നിട്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇദ്ദേഹം ആദ്യം എവിടെ നിന്നാണ് അടി കിട്ടിയത്, ആർക്കാണ് അടി കിട്ടിയത് ഒന്ന് ആലോചിച്ചു. നമ്മൾ കണ്ടല്ലേ, കേരളം ഞെട്ടിപ്പോയതല്ലേ ഹെൽമെറ്റും പൂച്ചട്ടിയും വെച്ച് അടിക്കണുണ്ട്. ഞാൻ ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ വികാരപരമായിട്ട് പോകും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, അത്രയ്ക്ക് വൃത്തികേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നടക്കുന്നത് നമുക്ക് അറിയാം, നമ്മൾ അതുകൊണ്ട് തന്നെ അതിനൊന്നും വാല്യൂ കൊടുത്തിരുന്നില്ല. തമിഴ്നാട്ടിൽ കരാതിനെ രാത്രിക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്ന് ജയലളിത ചെയ്തിട്ടുണ്ട്, തിരിച്ചും അതുപോലെ ചെയ്തിട്ടുണ്ട്. അത് അവിടെ നടക്കുന്ന റിവെഞ്ച് രാഷ്ട്രീയം നമുക്ക് അറിയാം. പക്ഷെ കേരളത്തിൽ അത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേരളത്തിലും തുടങ്ങി. കേരളം ഏകദേശം ആ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അദ്ദേഹത്തിനെ പുലർച്ചെ 5:30 അടൂരിലെ വീട്ടിൽ നിന്നും വിളിച്ചുണർത്തി അറസ്റ്റ് ചെയ്യുന്നു. 10:30 ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന. അത് കഴിഞ്ഞ് 11 മണിക്ക് വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കി. 4:30 ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന. 6:30 കോടതി റിമാൻഡ് ചെയ്തു. 6:45 ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന. 7:15 പൂജപ്പുര സബ് ജയിലിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ. ഇനി 22-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ പത്തനംതിട്ടയിൽ അടൂരിൽ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 22 വരെ റിമാൻഡ് ചെയ്തത്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡിസംബർ 20 യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ അക്രമത്തെ തുടർന്നാണ് കന്റോൺമെന്റ് പോലീസ് രാഹുലിന്റെ പേരിൽ കേസെടുത്തത്. 4ാം പ്രതിയാണ് രാഹുൽ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് 1ാം പ്രതി. വി ഡി സതീശൻ ഇന്നലെ വെല്ലുവിളിച്ചിട്ടുണ്ട്, നിങ്ങളെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. 4ാം പ്രതിയായ മറ്റേ രാഹുലിനെയാണ് ഏതാണ്ട് തീവ്രവാദികളെ പിടിച്ചോണ്ട് പോണ പോലെ ആ വീട് മുഴുവൻ വളഞ്ഞ് അദ്ദേഹത്തിന് അവിടെ നിന്ന് വാതിൽ മുട്ടി മുകളിലേക്ക് കയറി. ആദ്യം ഈ അമ്മയോട് ചോദിച്ചേ ഇതിന് എത്ര വാതിലുണ്ട്, കാരണം ഇയാളൊരു തീവ്രവാദിയാണല്ലോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ ഒളിഞ്ഞും. തലേ ദിവസം കൊല്ലത്ത് പോലീസുകാരുടെ എല്ലാത്തിനും മധ്യത്തിലുണ്ടായിരുന്നു. എനിക്കറിഞ്ഞൂടെ ഇതെന്തോ നടക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ മോളിൽ പോയിട്ട് വാതിൽ മുട്ടി തുറന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു ഫ്രണ്ട് വന്നിട്ട് അപ്പൊ ഇവരെ വീട്ടിൽ വിളിക്കുന്ന വേറൊരു പേര്. ആ പേര് വിളിച്ചപ്പോഴാണ് വാതിൽ തുറന്ന് ചീത്ത വിളിച്ചുകൊണ്ട് വന്നു. കാരണം എന്തിനാണ് രാത്രി കിടന്നത്? അപ്പൊ ഇയാൾ രാത്രി എപ്പോഴോ വന്നിരിക്കുന്നത്. എന്നിട്ട് കിടന്നുറങ്ങുമ്പോൾ രാവിലെ വിളിച്ച് വന്ന് എഴുന്നേറ്റ് പോലീസുകാർ അപ്പോഴും പറഞ്ഞു എനിക്ക് മോളിൽ നിന്നുള്ള പ്രഷറാണ്. അദ്ദേഹം അവരോട് വളരെ മാന്യമായിട്ട് പെരുമാറി കുളിച്ച് റെഡിയായി ഒക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയത്. വളരെ വളരെ നല്ല രീതിയിലായിരുന്നു. നമ്മൾ ആ വീഡിയോ കണ്ട വളരെ ഈസി ആയിട്ട് ഫോൺ സംസാരിച്ച് നടന്ന് കയറി. പിന്നീട് ഇവർ പ്രഷർ കയറ്റി വേറെ പോലീസുകാർ വരുന്നു. ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു ഫോട്ടോ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ തരാം. ഞാൻ ആ വീഡിയോ കണ്ടതാ. അദ്ദേഹത്തിന് അങ്ങ് തള്ളുവാണോ? ഒരു പത്രക്കാരൊക്കെ ചോദിക്കണ്ടേ ഇദ്ദേഹം എന്ത് കുറ്റമാണ് ചെയ്തത്, ഇദ്ദേഹം നിങ്ങൾ എന്തെങ്കിലും വല്ല ടെററിസ്റ്റ് ആണോ, നിങ്ങൾ കൊണ്ടുപോകണം എന്താന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്ത് ചോദ്യം? മാധ്യമങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല മിസ്റ്റർ. ഉള്ള കാര്യം ഞാൻ പറയാം. മാധ്യമങ്ങൾക്ക് ഞാൻ പറയാൻ വന്ന പുല്ലിന്റെ വിലയാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ വല്ലാത്ത ധൈര്യമുണ്ടോ? സർക്കാരിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിണറായി വിജയനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. മാധ്യമത്തിനെയും വിലയില്ല ഒരു ഇതിനും. പുള്ളി തീരുമാനിക്കുന്ന ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗംഭീരം. അപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുന്നു. അങ്ങനെയാണ് പിടിച്ചുകൊണ്ട് പോകണം. അത്ര മൃഗീയമായിട്ടാണ്. അറസ്റ്റിനെതിരെ സംസ്ഥാനത്താകെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. ചികിത്സയിൽ ഇരുന്നതും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും രാഹുൽ കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും വൈദ്യപരിശോധന നടത്തി ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാരെ വിലയിരുത്തിയതിനു ശേഷമാണ് ജഡ്ജി അഭിനിമോൾ എസ് രാജേന്ദ്രൻ വിധി പുറപ്പെടുവിച്ചത്. അപ്പൊ അതിന് 2 ദിവസം മുമ്പ് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് വയ്യായിരുന്നു. അദ്ദേഹത്തിനും ഈ അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. അപ്പൊ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് ഒരു വഴിക്ക് പോട്ടെ. ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിലേക്ക് കേരളവും കടന്നിരിക്കുകയാണ്. വളരെ ഓപ്പൺ ആയിട്ട് പറയാതിരിക്കാൻ വയ്യ. ഇതിനു മുമ്പ് ഇത്രയും റിവെഞ്ച് എടുത്തൊരു രാഷ്ട്രീയം ഒന്നും ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ അതവിടെ നിൽക്കട്ടെ. നീറ്റ് PG ജൂലൈ 7-നാണ്. നീറ്റ് PG 2024 ജൂലൈ 7 നടത്തുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസ് അറിയിച്ചു. പരീക്ഷ മാർച്ച് 3-ന് നടത്തിയേക്കുമെന്ന് പ്രഖ്യാപിച്ച് 2023 നവംബർ 9-ലെ നോട്ടീസ് അസാധുവാക്കിയാണ് പരീക്ഷ പുനർനിർണയിച്ചതെന്ന് NBEMS ചൊവ്വാഴ്ച പുറത്തിറക്കിയ നോട്ടീസിലുണ്ട്. വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ NBE എന്ന് പറഞ്ഞാൽ NBE.eduന്റെ edu.in അല്ലെങ്കിൽ ഇനി ഒരെണ്ണം കൂടിയുണ്ട് NAT board BOARD.edu.in. ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക്, അതിൽ താല്പര്യമുള്ളവർക്ക് ഇതിലിടാം. ഞാൻ ഇന്ന് മുതൽ കാകദൃഷ്ടി, ഞാനത് ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഇന്നത് ശ്രദ്ധിച്ചു. കാകദൃഷ്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടച്ചു. അറസ്റ്റ് ചെയ്ത പുലർച്ചെ വീട്ടിലെത്തി കൊടും കുറ്റവാളിയെ പോലെ. സത്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമാണ്. സൂര്യ ഭഗവാന്റെ ഒരു പവർ ഇക്കൊല്ലം മാവോ പൂത്തില്ല പിന്നല്ലേ മാങ്കൂട്ടം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂസ്. അപ്പോൾ സത്യമാണ്, സൂര്യന്റെ ഭയങ്കര പ്രഭാവം വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചടി കിട്ടും മക്കളെ. അല്ലാണ്ട് എന്നും ഇപ്പൊ നമ്മൾ ഏതോ ഒരു സിനിമയിൽ ലാലേട്ടൻ പറയണത് എന്നും ഇദ്ദേഹം മറ്റേ ഇവരുടെ സപ്പോർട്ടിലായിരിക്കില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം.
അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട് ഒരു ജാക്കറ്റ് പോലെ തന്നെയാണ്. പാട്ടിന്റെ പാലാഴി മധുരം ദാസേന്റെ ഒരു നല്ല ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ നടക്കട്ടെ. പ്രസിഡന്റ് രാജിവെക്കണമെന്നും പ്രതിപക്ഷം മാൽദ്വീപിലും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടുതൽ സഞ്ചാരികളെ മാൽദ്വീപിലേക്ക് അയക്കാൻ ചൈനയോട് അഭ്യർത്ഥിച്ച് മൂയിസ്. അപ്പോൾ ചൈനയിൽ നിന്ന് കുറച്ചും കൂടി ആൾക്കാർ വിടണം മാൽദ്വീപ്സിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പോണത്. ഭയങ്കര ശക്തമായിട്ട് അങ്ങനെ ഞങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറയും. എന്ത് രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ. അതും എസ്പെഷ്യലി ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാനാണ്. ഒരു സംശയവും കൂടാണ്ട് പറയാം. കാരണം ഇന്ത്യ ഇപ്പോൾ തല നിവർന്നാണ് ഈ രാജ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനി എന്ത് ഇതിന് നിങ്ങൾക്ക് കമന്റുകൾ ഇടാട്ടോ, കുഴപ്പമില്ല, ഇടുവാണെങ്കിൽ. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഒരു മാപ്പുമില്ല. നമ്മളുടെ ലക്ഷദ്വീപ് തകർക്കും. അപ്പം അതിന്റെ പുതിയ മുന്നോടിയായിട്ട് ലക്ഷദ്വീപിൽ പുതിയ വിമാനത്താവളം പദ്ധതിയുമായി കേന്ദ്രം. വിമാനത്താവളമൊക്കെ വന്നു കഴിഞ്ഞാൽ പക്കാ ടൂറിസ്റ്റ് കേന്ദ്രമായി, അടിപൊളിയായി. കുറെ അവിടെ ദ്വീപുകളുണ്ട്, പക്കയായിട്ട് വരട്ടെ. ഇപ്പോൾ ഏതോ ഒരു ദ്വീപിൽ മാത്രം ലിക്കറും ഒക്കെ സെർവ് ചെയ്യണുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവും, ഉറപ്പായിട്ടും വരട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ അതേപോലെ തന്നെ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അഹമ്മദാബാദിലെത്തിയ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ സ്വീകരിക്കുന്ന വിദേശകാര്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സപ്ലൈകോയിൽ ഇനി സബ്സിഡി ഇല്ല കേട്ടോ, വിലക്കിഴിവ് മാത്രം മതിയെന്ന് വിദഗ്ധ സമിതി ശുപാർശ. 3 മാസത്തിൽ വില പരിഷ്കരണം. നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള സപ്ലൈകോയുടെ സ്ഥിരം സബ്സിഡി ഇല്ലാതാവുന്നു. വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കി 3 മാസം കൂടുമ്പോൾ വില പരിഷ്കരിക്കാൻ ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. വിപണിയിലൂടെ ശരാശരി 30% വിലക്കിഴിവ് നൽകിയാൽ മതിയെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. റിപ്പോർട്ട് ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. നിലവിൽ 13 ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ സബ്സിഡിയിൽ നൽകുന്നത്. ഇപ്പോഴത്തെ സബ്സിഡി രീതി വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. പൊതുവിപണിയിൽ 220-230 വിലയുള്ള മുളക് 75 രൂപയ്ക്കാണ് സപ്ലൈകോയിൽ വിൽപ്പന. ഓരോ സാധനങ്ങൾക്കും വിപണിയിൽ വില കൂടുമ്പോഴും സപ്ലൈകോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് 7 വർഷമായി ഒരേ വിലയാണ്. വിപണിയുമായി താരതമ്യപ്പെടുത്തിയാൽ 50%-ലേറെയാണ് ഇപ്പോഴുള്ള സബ്സിഡി. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ പ്രതിസന്ധി തരണം ചെയ്യാനാവില്ലെന്ന് സമിതി വിലയിരുത്തി. ഉപഭോക്താവിന് എടുത്ത് വാങ്ങാൻ അവസരമൊരുക്കാൻ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടുന്നത് പരിഗണിക്കാമെന്നുമാണ് മറ്റൊരു ശുപാർശ. ഒരു സാധനം ലഭ്യമല്ലെങ്കിൽ പകരം മറ്റൊരു ഉൽപ്പന്നം വിലക്കിഴിവിൽ നൽകാം. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂട്ടുന്നത് ഇതിന് സഹായിക്കും. വരുമാനമില്ലാത്ത മാവേലി സ്റ്റോർ പൂട്ടും. സൂപ്പർ ബസാർ വരുന്നു. നിശ്ചിത വരുമാനമില്ലാത്ത മാവേലി സ്റ്റോറുകൾ പൂട്ടാനാണ് മറ്റൊരു ശുപാർശ. സപ്ലൈകോടെ കൂടുതൽ ലാഭകരമാക്കാൻ സൂപ്പർ ബസാറുകളും ആരംഭിക്കും. അപ്പൊ അങ്ങനെയുള്ള ന്യൂസാണ്. സബ്സിഡി ഉൽപ്പന്നങ്ങളും വിലയും രൂപയിലാണ് കേട്ടോ. ഞാൻ ഒന്ന് വായിക്കാം. ചെറുപയർ 74 രൂപ, ഉഴുന്ന് 66, കടല 43, വൻപയർ 45, തുവരപ്പരിപ്പ് 65, മുളക് 75, മല്ലി 79, പഞ്ചസാര 22, ജയ അരി 25, കുറുവ അരി 25, മട്ട അരി 24. സപ്ലൈകോയില് ഈ സബ്സിഡി ഇല്ലാതെ ആവുന്നതോടുകൂടി ഒരുപാട് ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്ലൈകോയിൽ വാങ്ങിക്കുന്നവരായിരിക്കില്ല. ഒരുപാട് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഞാൻ പലപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ അവിടെ ക്യൂവും കാര്യങ്ങളും കാണാറുണ്ട്. അപ്പോൾ പക്ഷേ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. കാരണം അവർക്ക് അവരുടെ വെണ്ടേഴ്സിന് പൈസ കൊടുത്തിട്ടില്ല. നമ്മൾ ആ ന്യൂസൊക്കെ വായിച്ചതായിരുന്നു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വിലക്കിഴിവ് മാത്രം മതി എന്നുള്ളതാണ്. 3 മാസം കൂടുമ്പോൾ വില മാത്രം മാറ്റണം. പിന്നെ ഇപ്പൊ സപ്ലൈകോ എന്നുള്ള പേര് മാറ്റി. അതുകൊണ്ടായിരിക്കും ഇപ്പൊ മാവേലി സ്റ്റോറിനൊക്കെ സൂപ്പർ ബസാർ വരുന്ന പോലെ സപ്ലൈകോയ്ക്ക് വേറെ എന്തെങ്കിലും വരുമായിരിക്കും. കാരണം കുറവ് ഇല്ലെങ്കിൽ പിന്നെ ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളെങ്കിൽ പിന്നെ അപ്പൊ അത്രയ്ക്കാണ്. മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തു. പ്രഖ്യാപനം വത്തിക്കാനിൽ നിന്നുമാണ്. തെരഞ്ഞെടുത്തത് വത്തിക്കാനിൽ നിന്നുമായിരിക്കും നമ്മുടെ ഇത് വരുന്നത്. അത് പ്രഖ്യാപനം വരുന്നത് മെഡിസെപ് റീഇംബേഴ്സ്മെന്റ് അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം. സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ് ഇൻഷുറൻസ് പാനൽ ചെയ്യാത്ത ആശുപത്രികളിലെ ചികിത്സയ്ക്കുള്ള റീഇംബേഴ്സ്മെന്റ് അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ അനുവദിക്കൂ എന്ന് വ്യക്തമാക്കി ധനവകുപ്പ്. കേട്ടോ, മൊത്തത്തിൽ എല്ലായിടത്തും ഇവിടുത്തെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടേണ്ട. കാരണം അത്ര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിന് എന്തൊക്കെ വഴികളുണ്ടോന്നാണ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സപ്ലൈകോ ഈ സബ്സിഡി ഇല്ലാണ്ടാക്കുന്ന ശുപാർശ ഇപ്പൊ മന്ത്രിസഭ അത് അടുത്ത ആഴ്ച അവരുടെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് സാധ്യത ഇല്ലാതെയാക്കാനാണ് സാധ്യത, വേണ്ട എന്ന് പറയാനാണ് സാധ്യത. എനിക്കറിയില്ല, ഇനി ഈ സർക്കാർ ആയതുകൊണ്ട് ചിലപ്പോൾ പറയും. സഞ്ജീവ് ഭട്ടിന്റെ ജീവപര്യന്തം ശരിവച്ചു. കസ്റ്റഡി മരണക്കേസിൽ മുൻ IPS ഓഫീസർ സഞ്ജീവ് ഭട്ടിന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. അത് ഒരു കുഴപ്പമില്ല, അയാൾക്ക് ജീവപര്യന്തം ശരിവെച്ചത് നന്നായെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴത്തെ സൈഡ് ആക്ച്വലി നമ്മുടെ നാട്ടുവർത്തമാനമാണ്, ഞാൻ അതുകൊണ്ടാണ് അത് വായിക്കാത്തത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ജോസഫ് വൈറ്റില അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട് കഥാകൃത്തും നോവലിസ്റ്റുമായ ജോസഫ് വൈറ്റില 84 അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലായിരുന്നു. 2012 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ജോസഫ് വൈറ്റില. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിനും ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേനും പ്രധാനപ്പെട്ട ന്യൂസുകൾ വായിച്ചു. ഇന്ന് കുറച്ച് നീണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. തോട്ടങ്ങളിൽ കണ്ണുനീർ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിജീവനം തേടി കർഷകർ. മലയോര മേഖലയുടെ നട്ടല്ലായിരുന്ന റബ്ബർ കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് സമൃദ്ധിയുടെ പ്രതീകമായി കണ്ടിരുന്ന റബ്ബർ തോട്ടങ്ങൾ ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിലനിൽക്കുകയാണ് കർഷകർ. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള അന്വേഷണം ഇന്നു മുതൽ തുടങ്ങുകയാണ്. ഈ റബ്ബർ അതിന്റെ ഇടയിൽ ഞാൻ പറയും, ഈ റബ്ബർ കർഷകരുടെ കാര്യം വലിയ പ്രശ്നമാണ്. കാരണം എൻ്റെ വൈഫിൻ്റെ അച്ഛൻ നമ്മളുടെ നാട്ടിൽ പുള്ളിക്കൊരു ഇതുപോലെ റബ്ബറും തോട്ടവും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അതൊക്കെ പുള്ളിയൊരു വളരെ പാഷനേറ്റായിട്ട് ചെയ്യുന്ന, കൃഷി ചെയ്യുക അതൊക്കെ പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ റബ്ബർ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെ പരിപാലിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ മരം എനിക്ക് തോന്നുന്നു എത്രയോ ഇതാവുമ്പോഴാണ് വെട്ടാൻ പറ്റുക. അതുവരെയുള്ള ഇതിനെ നോക്കുക എന്ന് പറയുന്നത്, ഇതിന് പല അസുഖങ്ങൾ വരും, അതനുസരിച്ച് അതിന് മരുന്നടിച്ചു കൊടുക്കണം, അതിന് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് അത്രയും ഒരു കുഞ്ഞിനെ പോലെ അത് വളർത്തിക്കൊണ്ട് വരുന്നത്. ആ വളർത്തിക്കൊണ്ട് വരുന്നതിനൊരു ചെലവുണ്ട്. അത് കഴിഞ്ഞ് വെട്ടി തുടങ്ങുമ്പോഴും ഇപ്പോഴത്തെ ഒരു ചെലവ് ഭീമമാണ്. വെട്ടുന്ന ആളുടെ പൈസ കൊടുക്കണം, അയാളത് കൊണ്ടുവന്ന് നമ്മുടെ അവിടുത്തെ തറവാട്ടിൽ കൊണ്ടുവന്ന് ഇത് അടിച്ച് കൊണ്ടുപോകുന്നത്, പിന്നെ അത് കൊണ്ടുവന്ന് വേറൊരാൾ. സോ അങ്ങനെ ഒരു വളരെ എന്താ പറയുക എഫേർട്ടുള്ള ഒരു ജോലിയാണ് ഈ ഒരു റബ്ബർ വെട്ടുന്നതും റബ്ബർ കച്ചവടം എന്ന് തന്നെ പറയാം. ഇതിന്റെ ഇടയിൽ നിൽക്കുന്നവർക്ക് ലാഭമാണ്, പക്ഷെ ഇത് കർഷകരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഇടയിൽ ഇടനിലക്കാരനുണ്ടാവും, ഒരു കട വെച്ചിട്ട് അവനത് വിൽക്കുന്നത്. അവനെ സംബന്ധിച്ച് ഇതൊരു വലിയ ബുദ്ധിമുട്ടല്ല, പക്ഷെ കർഷകനെ സംബന്ധിച്ച് ഇത് കടയിൽ എത്തിക്കുന്നത് വരെയുള്ള ഒരു വലിയ എഫേർട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അവർക്ക് അതിനുള്ള വരുമാനം കിട്ടുന്നില്ല. ഒരു സമയത്ത് ഞാൻ കേട്ടതാണ് പറയണേ, കോട്ടയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോട്ടയത്തുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പറയുന്നത്, അവിടെ വില കൂടുതലുള്ള സാധനങ്ങളാണ് കൂടുതൽ. കാരണം അന്ന് അത്രയും പൈസയാണ് അവരുടെ കയ്യിൽ, ആവശ്യത്തിനനുസരിച്ചുള്ള പൈസ. അങ്ങനെയായിരുന്നു കർഷകർ അവിടുത്തെ കോട്ടയത്തുള്ള ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അതെല്ലാം മാറി. ഉസ്താദ് റാഷിദ് ഖാൻ അന്തരിച്ചു. വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റാഷിദ് ഖാൻ 55 വയസ്സായിരുന്നു. അർബുദബാധത്തെ തുടർന്നാണ് അദ്ദേഹം കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്ത് വരുന്നത് കൊച്ചി മാതൃകയിലുള്ള മെട്രോ. കൊച്ചി മെട്രോ 3ാം ഘട്ടത്തിൽ വിമാനത്താവളത്തിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ വരും. അടിപൊളി. തിരുവനന്തപുരത്തും കൊച്ചി മാതൃകയിൽ മെട്രോ വരും. ഇതിനായി DMRC വിശദ പദ്ധതി രേഖ ഈ മാസം പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിക്കും. തിരുവനന്തപുരത്തേക്ക് ലൈറ്റ് മെട്രോയാണ് ആദ്യ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ യാത്രക്കാരുടെ എണ്ണം ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ തിരുവനന്തപുരത്തും സാധാരണ മെട്രോ സർവീസ് അനുമതി ലഭിക്കുമെന്ന് സംസ്ഥാനത്തെ മെട്രോ പദ്ധതികളും ചുമതല വഹിക്കുന്ന കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ അന്തിമ രൂപരേഖ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിലേക്ക് അയക്കും. രൂപരേഖയിൽ നിർദ്ദേശങ്ങളുടെ മെട്രോ നയത്തിന്റെയും അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കുക. തിരുവനന്തപുരം 2 റൂട്ടുകളാണ്. സമഗ്ര ഗതാഗത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ 2 റൂട്ടുകളാണ് തിരുവനന്തപുരം മെട്രോയ്ക്ക് നിർദ്ദേശിക്കുന്നത്. ടെക്നോ സിറ്റി മുതൽ നേമം വഴി പള്ളിച്ചൽ വരെയും 27.4 കിലോമീറ്ററാണ്. കഴക്കൂട്ടം മുതൽ ഇഞ്ചക്കൽ വഴി കിള്ളിപ്പാലം വരെയുമാണ് ഇത് 14.7 കിലോമീറ്റർ. ഇഞ്ചക്കൽ മുതൽ കിള്ളിപ്പാലം വരെ ഭൂമിക്കടിയിലൂടെ ഉള്ള പാതയും നിർദ്ദിഷ്ട പദ്ധതിയിലുണ്ട്. 2 മെട്രോ കോറിഡോറുകളിലായി 37 സ്റ്റേഷനുകൾ വരും. പള്ളിപ്പുറത്താണ് മെട്രോയുടെ യാർഡ് വിഭാവനം ചെയ്യുന്നത്. സോ നടക്കട്ടെ, നല്ലതാണ്. അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് എല്ലായിടത്തും വരട്ടെ എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം.
പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ചന്തം തൊട്ട പുലരി. നമ്മൾ പല റീൽസിലും ഇതിലൊക്കെ കാണുന്ന സ്ഥിരമായിട്ട് ഈ കോട്ടയം പനച്ചിക്കാട് അമ്പാട്ടുകാവ് പാടത്തെ ഇര തേടിയെത്തിയ കൊറ്റിക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് ആമ്പൽ സീസണിൽ ബാക്കിയാക്കി ആമ്പൽ പൂക്കളും ഗ്രാമ ഭംഗിയും ആസ്വദിക്കാൻ ഫോട്ടോ എടുക്കാനും ഒട്ടേറെ സംഖ്യ എപ്പോഴും വരുന്ന ഫോട്ടോ ആണ്, ആമ്പലുകൾ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള. അത് വീണ്ടും ഓണായിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ പോയി കാണാം. മറിയക്കുട്ടിയെ നേരിടാൻ പടയണി 21 മുതൽ 31 വരെ ബൂത്ത് തലത്തിൽ സദസ്സ്. ക്ഷേമ പെൻഷൻ വിഷയത്തിൽ മറിയക്കുട്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ തിരിച്ചടി മറികടക്കാൻ വിപുലമായ പരിപാടികളുമായി കർഷക തൊഴിലാളി യൂണിയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുമ്പായി പെൻഷൻ ഗുണഭോക്താക്കളെയും ക്ഷേമനിധി അംഗങ്ങളെയും അടിസ്ഥാന ജനവിഭാഗങ്ങളെയും മറ്റും സംഘടിപ്പിച്ച് വിശദീകരണം നൽകാനാണ് തീരുമാനം. ഒരു കാര്യമില്ല, മറിയക്കുട്ടിച്ചേർത്തി നമ്മളുടെ BJPയുടെ അല്ലെങ്കിൽ BJPയുടെ ഇതിലൊന്നും പറയാൻ പറ്റില്ല. സത്യത്തിൽ അന്നൊരു സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ സമ്മേളനമായിരുന്നു. അത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു, ശക്തമായിരുന്നു. പക്ഷെ ആ സ്റ്റേജിൽ വരുന്ന എല്ലാവരെയും BJP ആക്കുക, സംഖ്യയാക്കുക എന്നുള്ളത് ഒരു ഇവരുടെ സ്ഥിരം ശൈലിയാണ്. ഇപ്പൊ ഞാൻ മോഡി ഗവൺമെന്റിനെ അല്ലെങ്കിൽ മോഡിയെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ഞാൻ സംഖ്യയെ, പിന്നെ ഞാൻ ഒന്നാമത്തെ സംഖ്യയാണ് ഓൾറെഡി എല്ലാവരും. കാരണം ഞാൻ ചന്ദ്രൻ തൊടാറുണ്ട്, ഞാൻ എൻ്റെ കയ്യിലൊരു ഓമുണ്ട്, ഞങ്ങളുള്ള എല്ലാ കാര്യങ്ങളുണ്ട്, ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് സംഖ്യയാണ്. എനിക്ക് പിന്നെ അതൊരു പ്രശ്നമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും പറയാം. അതൊക്കെ നിങ്ങളുടെ അവകാശമാണ്. എടുക്കണോ വേണ്ടോ എന്നുള്ളത് ഞാനാണ് അത് തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. വെറുതെ അവരുടെ ഒരു ഇതിൽ പങ്കെടുത്താൽ അപ്പൊ സംഖ്യയായി ചാണകമായി മറ്റതായി മറിച്ചതായി എന്തൊരു രാഷ്ട്രീയമാണ് ഇവിടെ. ഇവർക്ക് സത്യം, ഞാൻ ഈ ലോകത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന നിങ്ങൾ എവിടെ വേണമെങ്കിലും ശ്രദ്ധിച്ചോ, ഇത് ഇടതുപക്ഷക്കാര് ഒരു ആളെ നേരിടുന്നത് വെറുതെ രാഷ്ട്രീയപരമായിട്ടല്ല, അവർക്കൊന്നും പറയാനില്ല. തിരിച്ചവർ നേരിടുക ഇതുപോലെ വൃത്തികെട്ട രീതിയിലുള്ള കളിയാക്കലിലൂടെ മാനസികമായി തകർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. ഏത് ഇന്റർവ്യൂ ആണെങ്കിലും എടുത്തോ, ഇനി നിങ്ങളുടെ അടുത്തുള്ളവരെ നിങ്ങൾ സെലക്ട് ചെയ്ത് മനസ്സിലാക്കി നോക്കിക്കോ, ഇവർക്ക് ഇങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ ഓപ്പണായിട്ട് നല്ല രീതിയിൽ ഇപ്പൊ ഒരാൾ പറഞ്ഞ ചാണകം, നീ ചാണകത്തിൽ ചവിട്ടിൽ, ഇപ്പൊ BJPയിൽ ചേർന്ന് ചാണകത്തിൽ ചവിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുള്ളൂ. അല്ലാണ്ട് ഒരു മാന്യമായിട്ടുള്ള ഭാഷ ഇവർക്കില്ല. കാരണം നമ്മൾ പണ്ടത്തെ കമ്മ്യൂണിസം അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഉള്ളിൽ കമ്മ്യൂണിസം ഉണ്ട്. പക്ഷെ അത് ഇന്നത്തെ ഈ വൃത്തികെട്ട കമ്മ്യൂണിസം അല്ല, ഡീസന്റ് ആയിട്ടുള്ള നമ്മളൊക്കെ പണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ മനസ്സിൽ നമ്മളിപ്പോ പറയും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് അമ്പലത്തിൽ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ വിശ്വാസമാണ്. അപ്പൊ കമ്മ്യൂണിസം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. വെറുതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പങ്കെടുക്കുക, ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാത്രമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ളത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ, വെറും പാർട്ടിയല്ലേ. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഇന്ന് നമ്മൾ ഒരുപാട് രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ദാസേട്ടൻ്റെ ഒരു വലിയ 6-7 പേജ് കംപ്ലീറ്റ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. ഇതിൽ നാട്ടുവർത്തമാനങ്ങളാണ്. പല ഇടുക്കി ഗവർണർക്ക് നേരെ 7 ഇടങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധം. അത് അടിപൊളിയായിരുന്നു കേട്ടോ. കരിങ്കൊടി പ്രതിഷേധിക്കുമ്പോൾ ഇദ്ദേഹം ഗ്ലാസ് കത്തിയിട്ട് ടാ 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഗംഭീരം. ഈ അയാൾ നേരിടണ പോലെ, കാരണം അയാൾക്ക് നേരിടാം, ഒന്നും ചെയ്യില്ല എന്നുള്ളത് ധൈര്യമാണ്. അത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൊള്ളാം. അറസ്റ്റിന് പിന്നാലെ സർക്കാരിന്റെ പ്രതിഷേധം, പ്രതിയുദ്ധമാണ്, സർക്കാരിന്റെ പ്രതിയുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ പോകുന്നു. ചരമക്കോളം ഉണ്ട്. അതുപോലെ തന്നെ രാജ്യത്തെ കായിക രംഗത്തെ പ്രചരണത്തിനും വികസനത്തിനും കേന്ദ്ര യുവജന കായിക മന്ത്രാലയം നൽകുന്ന രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹന പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും ജെയിൻ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ചെൻ രാജ് റോയ് ചന്ദ് ഏറ്റുവാങ്ങുന്നു. യുവപ്രതിഭകളെ തിരിച്ചറിഞ്ഞ് വളർത്തുന്നതിലൂടെ വിഭാഗത്തിന് ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. BS സ്ഥാപക ദിനം ആഘോഷിച്ചു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അത് നമ്മുടെ സ്പോർട്സ് പേജിലേക്ക് പോകും. 12ാമത്തെ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ അതിലേക്ക് നമ്മൾ കായിക രംഗത്തുള്ള മികവിനുള്ള പുരസ്കാരങ്ങൾ ചൊവ്വാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചപ്പോൾ പരിശീലന രംഗത്ത് മികവിനുള്ള ദ്രോണാചാര്യ പുരസ്കാരം മലയാളി കബഡി കോച്ച് E ഭാസ്കരൻ, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരാളാണ്. അർജുന പുരസ്കാരം ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി, മലയാളി ലോങ് ജമ്പർ M ശ്രീശങ്കർ എന്നിവർ ഏറ്റുവാങ്ങുന്നു. ഗംഭീരം ആയ വീഡിയോസ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ 2 കൈയില്ലാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇതേപോലെ തന്നെ ഒരു രാഷ്ട്രപതി കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പുരസ്കാരം നൽകുന്നതായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് അഭിമാനം പ്ലസ് ഒരു മനസ്സിനുള്ളിൽ ഒരു സങ്കടവും. അതുപോലെ കലിംഗ എന്ന് പറഞ്ഞ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളി ഷിലോം ലൻജോങ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഇന്ന്. പിന്നെ ലാസ്റ്റ് പേജിലേക്ക് ഒരു മകരവിളക്ക് ശബരിമലയ്ക്ക് ഭക്തജനപ്രവാസം. സത്യമാണ് കേട്ടോ, നല്ല ജനങ്ങൾ പോകുന്നുണ്ട്. കാരണം എൻ്റെ വീട് പെരുമ്പാവൂരായതുകൊണ്ട് ഈ MC റോഡിലൂടെ ഉള്ള ആ ട്രാഫിക് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
പ്രധാനമന്ത്രി ഉദയാസ്തമന പൂജ വണങ്ങും. 17 ഗുരുവായൂരിൽ 3 മണിക്കൂർ ചോറൂണ്, തുലാഭാരം, വഴിപാട് ഉണ്ടാകില്ല. നോട്ട് ദ പോയിന്റ്. പ്രധാനമന്ത്രി ഉദയാസ്തമന പൂജ വണങ്ങുന്നുണ്ട്. 17 ഗുരുവായൂരിൽ 3 മണിക്കൂർ ചോറൂണും തുലാഭാരവും വഴിപാടും ഉണ്ടാവില്ല. 3 മണിക്കൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തി 17 ക്ഷേത്രത്തിൽ രാവിലെ 5-ന് തുടങ്ങുന്ന ചോറൂൺ വഴിപാട് 6 മണിക്ക് അവസാനിപ്പിക്കും. തുലാഭാരവും 6-ന് നിർത്തും. ദിവസേന 700-ലേറെ കുട്ടികൾ ചോറൂണ് നടക്കാറുണ്ട്. പ്രധാനമന്ത്രി ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്ത് കടന്നാൽ 9-ന് ശേഷം ചോറൂണും തുലാഭാരം വീണ്ടും തുടങ്ങും. 17-ന് 66 വിവാഹങ്ങൾ ഇതുവരെ ഷീട്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഷീട്ടാക്കും. 7 മുതൽ 9 വരെയുള്ള സമയത്ത് 11 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത്. ഇത് 7-ന് മുൻപേ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 9-ന് ശേഷമാകും. ഈ സമയത്ത് ഷീട്ട് വാങ്ങിച്ചിട്ടുള്ള വിവാഹക്കാരെ ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ആദ്യ ഉദയാസ്തമന പൂജ നടക്കുന്നത് ദിവസമാണ് ജനുവരി 17. ചെന്നൈയിൽ ഭക്തന്റെ വഴിപാടായി എല്ലാ വർഷവും നടത്തുന്നതാണിത്. രാവിലെ 7-ന് ഉദയാസ്തമന പൂജ തുടങ്ങും. പ്രധാനമന്ത്രി 8-ന് ശേഷമാണ് ക്ഷേത്രത്തിൽ എത്തുക. ഉദയാസ്തമന പൂജ നടക്കുന്നതിനിടയിലാകും പ്രധാനമന്ത്രി ഗുരുവായൂരപ്പനെ വണങ്ങുക. ദർശനശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് കല്യാണ മണ്ഡപത്തിലെത്തും. 8:45-നാണ് താലികെട്ട്. പ്രധാനമന്ത്രി ദർശനത്തിനെത്തുന്നതിന്റെ 2 മണിക്കൂർക്ക് മുൻപേ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ പ്രവേശനം നിർത്തും. പിന്നീട് 9-ന് ശേഷമേ പ്രവേശനം ഉണ്ടാകൂ. ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ, സൂപ്പർ. നമ്മൾ അദ്ദേഹം ആ കല്യാണത്തിന് പങ്കെടുക്കുന്നതും ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2-3 തവണ എന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹം തൊഴുണ്ട്. ഗുരുവായൂരപ്പനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഗുരുവായൂരപ്പൻ ഗംഭീരമാണ്, ഒന്നും പറയാനില്ല. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ ഗുരുവായൂരപ്പൻ അത് നടത്തി തരും. ഗുരുവായൂരപ്പൻ അത്ര സൂപ്പറാണ്. ജിദ്ദയിൽ ഹജ്ജ് സമ്മേളനത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രിമാർ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് സമ്മേളനത്തിൽ പങ്കെടുത്ത കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രി സ്മൃതി ഇറാനി, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഹജ്ജ് ഉംറ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും നിന്നുള്ള സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് മക്ക മേഖല ഡെപ്യൂട്ടി ഗവർണറുടെ കേന്ദ്രമന്ത്രിമാർ ചർച്ച നടത്തി. നടപ്പു വർഷത്തെ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. നല്ല കാര്യമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കട്ടെ. കാരണം ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഈ ഹജ്ജിന് പോകുന്നതാണ്. അത് അവരുടെ ഏറ്റവും വലിയ വിശ്വാസമാണ്. സോ അതിന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. 15,000 കോടി കുടിശ്ശിക ഗവൺമെന്റ് കരാറുകൾ 30-ന് സത്യാഗ്രഹം നടത്തുന്നു. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിർമ്മാണ പ്രവൃത്തി നടത്തിയ വകയിൽ 15,000 കോടിയിലേറെ കുടിശ്ശിക ലഭിക്കാനുണ്ടെന്ന് ഗവൺമെന്റ് കരാറുകാർ. കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് 30-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്താൻ ഒരു രക്ഷയില്ല. ഗവൺമെന്റിന്റെ പരിപാടി വന്നത് ഞാൻ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പോലീസുകാർ വന്നിട്ട് നമ്മളുടെ ഈ കേരളത്തിൽ നമ്മുടെ അംബാസഡർ കാറുകൾ മീൻസ് പണ്ടൊക്കെ ടാക്സികൾ എടുക്കുന്ന സ്റ്റാൻഡുകളില്ലേ, അവിടെ വന്നിട്ട് വണ്ടികൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവർ പതുക്കെ മാറി നിൽക്കും, അല്ലെങ്കിൽ അവിടെ മാറും, അല്ലെങ്കിൽ വണ്ടി വരില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ കൊണ്ടുപോയ പൈസ കിട്ടാൻ പാടാ. ഇന്നിപ്പോ അത് ഇടയിൽ പിന്നെ അതൊക്കെ മാറിയിരുന്നു. പക്ഷെ വീണ്ടും ഇതാ ഇപ്പോ കരാറുകാരൊക്കെ പെട്ടിരിക്കുകയാണ്. ഇനി ഇവരെന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. ഇസ്രായേലിന്റെ സേനാ താവളം ആക്രമിച്ച് ഹിസ്ബുൾ. ആളപായമോ നാശമോ ഇല്ല. ബ്രിങ്കൻ വീണ്ടും ഇസ്രായേലിൽ. അത് എന്ന് തീരുമാകും. 34-കാരന്റെ അത്താൽ ഫ്രഞ്ച് പ്രധാനമന്ത്രി. 34-കാരൻ അത്താൽ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായി. ഗബ്രിയൽ അത്താൽ എന്നാണ് അയാളുടെ പേര്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി 34-കാരനായ ഗബ്രിയൽ അത്താലിനെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ചൊവ്വാഴ്ച നാമനിർദ്ദേശം ചെയ്തു. അടിപൊളി. മോദി എല്ലാം വ്യക്തിപരമായി എടുക്കുന്നു. മാൽദ്വീപ് തർക്കത്തിൽ ഖാർഗെ. മാൽദ്വീപ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ. മോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയ ശേഷം എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായി എടുക്കുന്നുവെന്നാണ് അദ്ദേഹം ആരോപിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ അയൽക്കാരുമായി നല്ല ബന്ധം നിലനിർത്തണം. ആരത് പറയണേ? ഇത്രയും നല്ല രീതിയിൽ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം നടത്തുന്ന ആളാണ് ഇദ്ദേഹം, നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ. ഇതിനു മുമ്പ് പല രാജ്യങ്ങളിലും പോകുമ്പോൾ ടൂർ പോകണമെന്നായിരുന്നു. നല്ല ബന്ധങ്ങളൊക്കെ ഇത് ചെയ്തപ്പോ മാലദ്വീപ് ഒരു വ്യക്തിയല്ല, മോദിനെ അല്ല പറഞ്ഞത്, നമ്മളുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്. അതൊരു ശരിയായ കാര്യമല്ല. അപ്പോൾ നമുക്കതിനെതിരെ നമ്മൾ പ്രതികരിക്കും. അപ്പോൾ അത് വായിച്ചിട്ട് കാര്യമില്ല. അത് വെറും രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. പാണ്ടിത്താവളത്ത് അന്നദാന കൗണ്ടർ വേണം ഹൈക്കോടതി. മകരവിളക്കിന് മുന്നോടിയായി തിരക്ക് കണക്കാക്കിലെടുത്ത് പാണ്ടിത്താവളത്ത് അന്നദാന കൗണ്ടർ തുടങ്ങാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. നല്ലതാണ്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഗംഭീര ന്യൂസുകൾ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആയിരുന്നു പ്രധാനപ്പെട്ട, പിന്നെ നമ്മുടെ ദാസേട്ടൻ്റെ 84ാം പിറന്നാൾ, അങ്ങനെയുള്ള ഒരുപാട് നല്ല ന്യൂസുകളും. ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ രാഷ്ട്രീയം പറഞ്ഞു. ഞാൻ സാധാരണ അങ്ങനെ പറയാൻ താല്പര്യപ്പെടാത്ത ആളാണ്, പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും, വേറെ ഓപ്ഷൻ ഇല്ല. അത്രയും വൃത്തികെട്ട രീതിയിലാണ് രാഷ്ട്രീയം കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കേരളം അതിൽ നിന്ന് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ഇത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ചൂടുള്ള വാർത്ത. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. വേറൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഗുഡ് മോർണിംഗ്.